ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുലർകാലത്ത് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനിടയിൽ എഴുന്നേൽക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് പ്രപഞ്ചം നമ്മളോട് എന്താണ് പറയുന്നത്? ഇതേക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ശരിയായിട്ട് ഉറക്കം കിട്ടില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ കഷ്ടപ്പെട്ട് ഉറങ്ങിയാൽ പോലും 1 മണിയാകുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഉണരും. അല്ലെങ്കിൽ 2 മണി 3 മണി സമയത്തെല്ലാം ഉറക്കം ഉണരും. 2 മണിക്കോ 3 മണിക്കോ എല്ലാം ഉണർന്നാൽ പോലും അയ്യോ എണീക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങും. ഇത് 1 തവണയോ 2 തവണയോ സംഭവിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എന്നും നിങ്ങൾ ഈ 2 മണി സമയത്തെല്ലാം ഒന്ന് ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പൊതുവായി നമ്മൾ രാത്രിയിൽ ഉണരുവാൻ പല കാരണങ്ങളുണ്ട്. പെട്ടെന്നൊരു ദുസ്വപ്നം കണ്ടിട്ട് ഉണരാം, അല്ലെങ്കിൽ ഉഷ്ണം കാരണം ഉണരാം, വിയർപ്പ് കാരണം ഉണരാം, അല്ലെങ്കിൽ തണുപ്പ് കാരണം ഉണരാം, അല്ലെങ്കിൽ അർജന്റായിട്ടൊന്ന് ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് ഉണരാം. ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഈ സമയത്ത് ഉണരുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ നിങ്ങൾ ഈ സമയത്ത് ഉണരുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉണരുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. രാത്രിയിൽ ഈ സമയത്തെല്ലാം ഉണരുന്നതിന് ആത്മീയ രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രാത്രി ഒരു 9 മണിക്കുള്ളിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ രാത്രി 1 മണിക്ക് ശേഷം മനസ്സും ശരീരവും എല്ലാം നല്ലപോലെ റിലാക്സ്ഡ് ആയ ഒരു സ്റ്റേജിലെത്തും. എന്നാൽ രാത്രി ഒരു 9 മണിക്കെല്ലാം ഉറങ്ങുകയും 1 മണിയാകുമ്പോഴേക്കെല്ലാം ഉണരുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് എന്തോ നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ചില പ്രശ്നങ്ങൾ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളാണ് നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നത്. കറക്റ്റായ ഒരു സമയത്ത് നിങ്ങൾ ഉറങ്ങിയിട്ടും 2 മണി സമയത്തെല്ലാം നിങ്ങൾക്ക് ഉറക്കം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തോ അസുഖമുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് മസാജ് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ ഒരു മാറ്റം ആവശ്യമാണെന്നാണ് അർത്ഥം. നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പേശികൾക്കെല്ലാം ധാരാളം റിലാക്സ് ആവശ്യമായിട്ടുള്ള എന്തോ കാര്യം നിങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് 3 മണി. രാത്രി 3 മണിക്ക് നിങ്ങൾ സ്വാഭാവികമായി ഉണരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ എന്തോ ബാധിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ പൊതുവെയുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ രാത്രി ശരിക്കും ഉറങ്ങുകയും 3 മണി കഴിയുമ്പോൾ ഉണരുകയും ചെയ്യുന്നത് ഒരു നല്ല ശീലമാണ്. ഈ സമയത്ത് നിങ്ങൾ ധ്യാനം ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. നിങ്ങൾ 4 മണിക്ക് ഉണരുന്ന ശീലമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസ തടസ്സം പോലെയുള്ള എന്തോ കാര്യമുണ്ടെന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ കരുതിക്കൂട്ടി ഉണരുന്നതിനെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്, നിങ്ങൾ സ്വാഭാവികമായി ഉണരുന്നുവെങ്കിലാണ്. രാത്രി ഈ സമയത്തെല്ലാം നിങ്ങൾ ഉണരുന്നത് പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ ലക്ഷണം കൂടിയാണ്. കൃത്യമായിട്ട് 3 മണിക്ക്, 3:33, 3:44 ഇതുപോലെയുള്ള സമയത്താണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ ഇതെല്ലാം നല്ല ശക്തമായ സമയമാണ്. ഈ സമയത്ത് നമ്മളുടെ സെൽഫ് അവയർനെസ് വളരെ ഹൈ ആയിരിക്കും. നമ്മളുടെ ആഴ മനസ്സ് ശുദ്ധീകരിക്കുന്ന സമയമാണ്. നമ്മളുടെ ശരീരം ഫ്രഷ് ആയിരിക്കുന്ന ഒരു സമയമാണ്. ഉദാഹരണത്തിന്, തലേ ദിവസം നിങ്ങളെ ആരോ വളരെയധികം ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു വിഷമം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നും, ഞാനിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്നാൽ 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതിന്റെ ഒരു പ്രശ്നം തീർന്നു പോകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഓരോ തവണ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉറക്കം എത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള ആ സമയത്ത്, അതായത് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടെ ഉണരുന്നുവെങ്കിൽ എന്തോ കാരണമുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണോ ശരീരവും മനസ്സും, അതോ നിങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണോ? ഇത് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ തിരിച്ചറിയണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എനർജി. പുലർകാലത്ത് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഉണരുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റും എന്തോ ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾക്കുള്ളിൽ ആ എനർജി നിറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ എനർജിയെ ഹയർ സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഈ എനർജി സമയത്ത് ഉണ്ടാകുന്നത്? ഇതിന് കാരണം നിങ്ങളുടെ ആഴമനസ്സാണ്. ഈ ഒരു ആഴമനസ്സിലുള്ള എനർജിയാണ് നിങ്ങളെ ദിവസവും 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉണർത്തുന്നത്. ആഴമനസ്സ് നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നുവെങ്കിൽ അതിന് തീർച്ചയായും കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള എന്തോ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ പ്രപഞ്ചം നിങ്ങളെ തീർച്ചയായും ഈ സമയത്ത് ഉണർത്തും. നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് ഉണരാം, എന്നാൽ എല്ലാ സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളാവില്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും സ്വപ്നത്തിൽ വരിക. നിങ്ങളുടെ ഉള്ളിൽ എനർജി അധികമാകുമ്പോൾ പോലും നിങ്ങൾ ദുസ്വപ്നം കാണാം. ഈ സമയത്ത് നിങ്ങളെ പ്രപഞ്ചം ഉണർത്തുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് തരാൻ കൂടിയായിരിക്കാം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ സ്പിരിച്വൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രപഞ്ചം നിങ്ങളെ സൂചിപ്പിച്ചു തരികയാണ്. ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് സമ്പന്നത ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്പന്നതയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സമ്പത്ത് വളർത്താനായി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട പേഴ്സണൽ ഗ്രോത്ത് സ്ട്രാറ്റജീസ്, കരിയർ സ്ട്രാറ്റജീസ്, ബിസിനസ് സ്ട്രാറ്റജീസ്, ഇൻകം സ്ട്രാറ്റജീസ്, ലൈഫ് സ്റ്റൈൽ സ്ട്രാറ്റജീസ്, ഇവയെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമ്പത്തിനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യുവാൻ കഴിയും. പലപ്പോഴും പലരും ദരിദ്രരായി പോകുന്നതിന് കാരണം എന്താണെന്നറിയോ? പണമില്ലാത്തത് കൊണ്ട് പോലുമല്ല, പണം ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന ദുരന്തം നമുക്ക് അനുഭവിക്കാതിരിക്കാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം സജസ്റ്റ് ചെയ്യുകയാണ്, ലെജൻഡറി അഡ്വൈസ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും കേട്ടിരുന്നു. ഈ പുസ്തകം വളരെ സൂപ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ സജസ്റ്റ് ചെയ്ത് തരുന്നത്. കുക്കു FM
ഇതുപോലെ അനവധി പുസ്തകങ്ങളുടെ ഒരു വൻ ശേഖരണമാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജുകളിലും ഓഡിയോ ബുക്സ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല പല പ്ലാറ്റ്ഫോമുകളിലുള്ള അറിവുകൾ നൽകുന്ന വിവിധങ്ങളായ ബുക്കുകളുടെ വലിയൊരു ശേഖരണം തന്നെ കുക്കു എഫ് എമ്മിലുണ്ട്. അതും വളരെ ചീപ്പായൊരു റേറ്റിലാണ് കുക്കു എഫ് എം നമുക്ക് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് നൽകുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത, നിങ്ങൾ ഈ ചാനലിലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കു എഫ് എമ്മിന്റെ ആക്ച്വൽ മെമ്പർഷിപ്പ് ഫീയിൽ നിന്നും വീണ്ടും 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും എല്ലാം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായ കുക്കു എഫ് എമ്മിനെ ഇന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് സ്വന്തമാക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു എഫ് എം വിസിറ്റ് ചെയ്യൂ, മെമ്പർഷിപ്പ് എടുക്കൂ, തിരിച്ച് വീഡിയോയിലേക്ക് വരും. നമ്പർ 2, പെൻഡിങ് വർക്ക്സ്. അതായത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ സമയത്ത് ഉണരുന്നതിന്റെ മറ്റൊരു കാരണം. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും, പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒന്നും ആരംഭിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് വ്യായാമം ചെയ്യൂ, ധ്യാനം ചെയ്യൂ എന്നൊക്കെ പറയുവാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നത്. അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കാം. ആ സ്നേഹബന്ധത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരിക്കാം. അത് ഇന്നേ വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അത് കാരണവും ഈ സമയത്ത് ഉണരാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം തീരുമാനമെടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിന് ചിന്തിക്കുവാൻ അവസരം തരുവാനാണ് ഈ സമയത്ത് നിങ്ങൾ ഉണരുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉണരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണ് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. നെക്സ്റ്റ് നമ്പർ 3, ലേൺ സംതിങ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ പുതിയതായി പഠിച്ചെടുക്കുവാനുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുന്നതെന്നും കരുതാം. നിങ്ങൾക്ക് വലിയൊരു പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹം ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതിനുവേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ഈ സമയത്ത് നിങ്ങളെ ഉണർത്തുന്നത്. നിങ്ങളുടെ ആ വിശ്വാസം, നിങ്ങളുടെ ആ പ്രതീക്ഷ ഒരു എനർജിയായി മാറിയിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ കൂട്ടിത്തരുവാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നത്. നിങ്ങളൊരു സംഗീതജ്ഞനാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സംഗീതത്തിന്റെ ബേസിക്സ് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് എങ്കിൽ പ്രപഞ്ചം നിങ്ങളെ അതെല്ലാം പഠിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഈ സമയത്തിൽ. നെക്സ്റ്റ് നമ്പർ 4, ഫോർ യു. അതായത് നിങ്ങൾ 3 മണിക്കോ 3:40 എണീക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി എന്തോ സമയം ചെലവഴിക്കാനുണ്ടെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നത് ഇത്തിരി ഇംപ്രൂവ് ചെയ്യണമെന്നാണ് അർത്ഥം. അങ്ങനെ നിങ്ങൾ ഉണരുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എണീച്ചൊരു സ്ഥലത്ത് റിലാക്സ് ആയിട്ട് പോയിരുന്ന് കണ്ണുകളെല്ലാം അടച്ചിരുന്ന് നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ പഠിച്ചെടുക്കുകയും ആ മെഡിറ്റേഷൻ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. റിലാക്സ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. അതായത് നിങ്ങളുടെ മനസ്സിനെ കെയർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ എത്ര നല്ല ചിന്തകളുണ്ട്, എത്ര മോശം ചിന്തകളുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം അതിലെ മോശം ചിന്തകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ആ പോസിറ്റീവ് തോട്ട്സിലേക്ക് മാത്രം മനസ്സിനെ കൊണ്ടുവരിക. രാവിലെ ഈ സമയത്തൊക്കെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ എന്താണ് ചെയ്തു തീർക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കും. നല്ല പോലെയുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. അതുപോലെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനും ഈ സമയം ഉചിതമാണ്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ഈ സമയം നിങ്ങൾ വേറെ ആർക്കും വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കണം ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്പർ 5, സെറ്റ് ഗോൾസ് ആൻഡ് എയിം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്റെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമേ ഇല്ല, ഇങ്ങനെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ഈ സമയത്ത് ഉണർത്തിവിടും. ഈ സമയത്ത് നിങ്ങളെ പ്രപഞ്ചം ഉണർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫോക്കസ് ഉണ്ടാക്കി തരുവാനും വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്പർ 6, ഡേഞ്ചർ അലർട്ട്. ചില സമയത്തെല്ലാം നിങ്ങൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാൻ വേണ്ടി പ്രപഞ്ചം ഈ സമയത്ത് നമ്മളെ ഉണർത്തും. നിങ്ങൾ ആപത്ത് വരുന്നു എന്നതിന്റെ ലക്ഷണം കൊണ്ടാണ് ഉണരുന്നതെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയുകയെങ്കിൽ നിങ്ങൾ ഞെട്ടി ഉണരുകയാണ് ചെയ്യുക. ഞെട്ടി ഉണർന്നാൽ കിതച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ വേർത്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു ദിവസം സംഭവിക്കുമ്പോഴല്ല, എന്നും ഇതേപോലെ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏതോ ഒരു ആപത്തിനെ കുറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് സൂചന നൽകുകയാണ്. അതായത് എന്തോ ഒരു ആപത്ത് വരാനുണ്ടെന്നും ആപത്തിനെ നേരിടുവാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കോളൂ എന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്. ആപത്തുണ്ടെന്ന് നമുക്ക് അലർട്ട് തരിക മാത്രമല്ല, പ്രപഞ്ചം നമ്മളെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ സമയത്ത് ഉണരുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ആ ഞെട്ടൽ നിലനിർത്തിക്കൊണ്ടിരിക്കരുത്. കുറച്ച് വെള്ളം കുടിക്കുക, അതിനുശേഷം റിലാക്സ് ആയിരുന്നു ആ ഞെട്ടലിൽ നിന്ന് മുക്തമാകണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, എന്നിട്ട് ഞാൻ ആരുടെങ്കിലും കൂടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ, അതെങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുക, ഇതേക്കുറിച്ചെല്ലാം ചിന്തിക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, എന്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കണം. അടുത്ത കാരണം, അതായത് 7ാമത്തെ കാരണം, ലിമിറ്റിംഗ് ബിലീവ്സ്. അതായത് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ എന്തെങ്കിലും ബിലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിലീവ്സ് കാരണത്താലും നമ്മൾ ഈ പുലർകാലത്ത് ഉണരാം. നമ്മൾ എന്തെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മുടെ ആഴ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും.
ആഴമനസ്സിൽ നിന്ന് ആ ബിലീഫ് സിസ്റ്റം പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പിന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റംസിൽ നല്ല ബിലീഫ് സിസ്റ്റംസും ഉണ്ടാകാം, മോശമായ ബിലീഫ് സിസ്റ്റംസും ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുവാനും നല്ല ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടിയിട്ടായിരിക്കാം ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടെ ഉണരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബിലീഫ് സിസ്റ്റം തിരുത്താനുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ്, someone is thinking about you. അതായത് നിങ്ങളെക്കുറിച്ച് ആരോ ഒരാൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അമിതമായി ചിന്തിക്കുന്നുണ്ട് എന്ന കാരണത്താലും നിങ്ങൾ ഈ അതിരാവിലെ സമയത്ത് ഉണരാം. അല്ല എങ്കിൽ ആരോ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുമാകാം. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കുന്നുണ്ടാകാം, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാകാം, നിങ്ങളെ വെറുപ്പോടെ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ടാകാം. അതൊരുപക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുറങ്ങിയതുകൊണ്ടും ആവാം. എന്തായാലും നിങ്ങളും അവരും തമ്മിലുള്ള എന്തോ ഒരു എനർജി കണക്ട് ആയത് കാരണത്താൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉണരുവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉണരുന്നത് നിങ്ങളെക്കുറിച്ച് ആരോ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ സൂചിപ്പിക്കുവാൻ കൂടിയായിരിക്കാം. ഇതൊരു 2 ദിവസമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് എന്നും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാണ് അങ്ങനെയുള്ളത്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ആരാണുള്ളത് അത് കണ്ടെത്തുകയും അവരോടൊന്ന് സംസാരിക്കുകയും ചെയ്തു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഈ രാവിലെ ഉണരുന്ന സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അതായത് 2 മണിക്ക് ശേഷം ഉണരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, മെഡിറ്റേഷൻ ചെയ്യുക. ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സ്ഥലത്ത്, നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കുകയും റിലാക്സ് ചെയ്ത് നല്ല ബ്രീത്ത് എല്ലാം ചെയ്തുകൊണ്ട് നല്ല പോലെ മെഡിറ്റേഷൻ ചെയ്യുക. അടുത്തത്, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം നിങ്ങളെ തന്നെ. ഈ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് അനാലിസിസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഉണരുകയും നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിരീക്ഷിക്കുകയും മനസ്സിലെ പോസിറ്റിവിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യുവാനും നെഗറ്റിവിറ്റീസ് റിമൂവ് ചെയ്യുവാനും ഉപയോഗിക്കാം. അടുത്ത കാര്യം, നിങ്ങൾക്ക് ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് ഒരു പേപ്പറും പെന്നുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. സാവധാനത്തിൽ എഴുതുക. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഒരു പേപ്പറിലേക്ക് പകർത്തുക. അടുത്തത്, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ഫുൾ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ പാസ്റ്റ് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടോ റിമൂവ് ചെയ്യുവാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും, പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം വഴക്കം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ലേണിംഗ് ചെയ്യുവാൻ ഈ സമയം ഉപയോഗിക്കാം. നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ പഠന വിഷയങ്ങൾ എടുത്ത് പഠിക്കാനിരിക്കാം. നിങ്ങൾ ഈ സമയത്ത് ഉണരുകയാണെന്നുണ്ടെങ്കിൽ, 5 മണിക്ക് മുമ്പുള്ള ആ സമയത്ത് ഉണരുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഗുണവും ഉണ്ടാവില്ല. ഈ സമയത്ത് സ്വാഭാവികമായി ഉണരാൻ കഴിയുന്നതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണുക. അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഈ സമയത്ത് ഉണരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുവാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് ഉണരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുകയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.